ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എനിക്കുൾപ്പെടെയുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. തിരിച്ച് ശ്രീനിവാസന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ അധികം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപാട് സ്റ്റാർസിനെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരുപാട് സംവിധായകരെ ഇവിടെ സൃഷ്ടിച്ചു. ഒരുപാട് മികച്ച സൃഷ്ടികൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ട്. തിരിച്ച് മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം മലയാള സിനിമയ്ക്ക് എന്ത് തന്നോ അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ജനകീയമായിട്ടുള്ള ഹാസ്യമാണ്, ജീവിതത്തിൻ്റെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഹാസ്യം, സാധാരണക്കാരൻ്റെ ലൈഫ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. വായനയിലൂടെ തനിക്ക് ലഭിച്ച അനുഭവം, പിന്നെ ജീവിതാനുഭവങ്ങൾ, തിക്തമായ അനുഭവങ്ങളുടെ തീച്ചൂള എന്നൊക്കെ പറയാം, അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ, സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് പിന്നീട് തകർച്ച വരികയാണ്. ആ തകർച്ചയൊക്കെ വരവേൽപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും അപ്പോൾ അഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്, പക്ഷേ ഒരാളോട് കൈനീട്ടി പൈസ ചോദിച്ചിട്ടില്ല. ഇതെല്ലാം തൻ്റെ ഒരു കഴിവാണെന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ ഭവിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു വലിയ കലാകാരൻ. വാക്കുകൾ ഇത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ദിവസങ്ങളോളം പറയാൻ കഴിയും ശ്രീനിവാസനെ കുറിച്ച്. അത്രയധികം അദ്ദേഹവും കുട്ടികളുമായിട്ടുള്ള അടുപ്പം. പലപ്പോഴും മൂത്ത മകൻ വിനീത് ആദ്യമേ ഡയറക്ടർ ആവാനായിരുന്നു വിനീതിൻ്റെ ആഗ്രഹം. അപ്പോൾ ശ്രീനിവാസൻ എന്നോട് പറഞ്ഞു, അവൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അവന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്, നീ അവനോടൊന്ന് പറയണം, ബേസിക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തതിന് ശേഷം എവിടെ വേണമെങ്കിലും പോകാൻ പറയണം എന്ന് പറഞ്ഞ് എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാനാണ് വിനീതിനോട് പറഞ്ഞത്, വിനീത് എങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യൂ, അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അതിനുശേഷം സിനിമ എന്ന് പറഞ്ഞ ഒരു റിസ്കി ഫീൽഡാണ് എന്ന് വിനീതിനെ ഞാൻ കൂടെ ഉപദേശിച്ചാണ് വിനീത് എഞ്ചിനീയറിങ്ങിന് പോയത്. അതുപോലെ ധ്യാനിൻ്റെ കാര്യവും സഹോദരിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ എന്നോട് കാലാകാലങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും എന്നെ അറിയിക്കുമായിരുന്നു. രമയുടെ അസുഖം ബാധിച്ചിരുന്ന അവസ്ഥയിൽ അദ്ദേഹം ഒരു ആന്ധ്രയിലുള്ള ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ കാര്യം എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തന്നെ അറിയാമായിരുന്നു രമയുടെ ഒരു ന്യൂറോ കേസാണ്. അപ്പോൾ അതിനകത്ത് ആയുർവേദത്തിൻ്റെ അത്ര സ്കോപ്പ് ഞാൻ കണ്ടില്ല. അപ്പോൾ ശ്രീനിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ വീട്ടുകാര്യങ്ങൾ ഞങ്ങളെല്ലാം ഒരുമിച്ച്, ഞാൻ നെടുമുടി വേണു, ഇന്നസെൻറ്റ്, പിന്നെ ശ്രീനിവാസൻ, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയത് ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി ഞങ്ങൾ യൂറോപ്പിൽ ഒരു വൈകുന്നേരങ്ങളിലെ ഞങ്ങളുടെ ഇംപ്രവൈസ് ആയിട്ടുള്ള സ്കിറ്റുകളിലൊക്കെ ശ്രീനിവാസൻ സ്റ്റേജിൽ കയറി സംസാരിച്ചാൽ ഒരു സ്കിറ്റിൻ്റെ രൂപത്തിലാവുമായിരുന്നു. അപ്പം നമുക്കൊരു സ്ട്രെയിനും ഇല്ലായിരുന്നു. ഫാമിലിയായിട്ട് പോയിട്ട് ഒരു ഫാമിലി ട്രിപ്പായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാനാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ് എന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്, മലയാള സിനിമയെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്.